തെരഞ്ഞെടുപ്പ് എന്ന 1 മാസത്തോളം നീണ്ടുനിന്ന ശ്രമകരമായ ദൗത്യം ആത്മാർത്ഥമായി നിർവഹിച്ച എല്ലാ ജൂറി അംഗങ്ങളോടുമുള്ള കടപ്പാട് രേഖപ്പെടുത്താൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു. ജൂറി ചെയർപേഴ്സൺ, നടനും സംവിധായകനുമായ ശ്രീ പ്രകാശ് രാജ്, പ്രാഥമിക വിധി നിർണ്ണയ സമിതി 1ാം സബ് കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ, തിരക്കഥാകൃത്തും സംവിധായകനുമായ ശ്രീ രഞ്ജൻ പ്രമോദ്, 2ാം സബ് കമ്മിറ്റിയുടെ ചെയർപേഴ്സണും ഛായാഗ്രഹനും സംവിധാനമായ ശ്രീ ജിബു ജേക്കബ്, ഫൈനൽ ജൂറി അംഗങ്ങളായ പ്രമുഖ ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് ശ്രീ ഭാഗ്യലക്ഷ്മി, പിന്നണി ഗായിക ശ്രീമതി ഗായത്രി അശോകൻ, സൗണ്ട് ഡിസൈനറും സംവിധായകനുമായ ശ്രീ നിതിൻ ലൂക്കോസ്, തിരക്കഥാകൃത്ത് ശ്രീ സന്തോഷ് എച്ചിക്കാനും, പ്രാഥമിക വിധി നിർണ്ണയ സമിതിയിലെ അംഗങ്ങളായ ചലച്ചിത്ര നിരൂപകൻ ശ്രീ MC രാജനാരായണൻ, ഛായാഗ്രഹൻ ശ്രീ സുബൽ KR, ചലച്ചിത്ര ഗാനരചയിതാവ് ശ്രീമതി വിജയരാജ മല്ലിക, സംവിധായകൻ ശ്രീ VC അബ്ദാഷ്, എഡിറ്റർ ശ്രീ രാജേഷ് K, നിരൂപകയും ഗാനരചയിതാവുമായ ഡോക്ടർ ഷംഷാദ് ഹുസൈൻ എന്നിവരാണ് 2 ഘട്ടങ്ങളായി പുരസ്കാരം നിർണ്ണയിച്ചത്. ഈ വർഷത്തെ അവാർഡ് നിർണ്ണയം മറ്റൊരു ചരിത്രപരമായ കാരണത്താൽ കൂടി അടയാളപ്പെടുത്തപ്പെടും. ചരിത്രത്തിൽ ആദ്യമായി ഒരു ട്രാൻസ് വുമൺ ജൂറി അംഗമായ വർഷമാണ്. സിനിമയിൽ എന്ന പോലെ സിനിമയെ വിലയിരുത്തുന്ന പ്രക്രിയയിലും എല്ലാവരെയും ഉൾക്കൊള്ളിക്കുക, ഇൻക്ലൂസിവിറ്റി എന്നൊരു വലിയ സന്ദേശം ഇതിലൂടെ കേരളം ജനങ്ങൾക്ക് നൽകുന്നു. ദേശീയ ചലച്ചിത്ര പുരസ്കാര ജേതാവായ ശ്രീ മധു ഇടവങ്കര ചെയർപേഴ്സണായ ജൂറിയാണ് രചനാ വിഭാഗം അവാർഡുകൾ നിർണ്ണയിച്ചത്. നിരൂപകൻ ശ്രീ A ചന്ദ്രശേഖർ, ഡോക്ടർ വിനീത വിജയൻ എന്നിവരായിരുന്നു ജൂറിയിലെ മറ്റംഗങ്ങൾ. ചലച്ചിത്ര വിഭാഗം ജൂറിയിലും രചനാ വിഭാഗം ജൂറിയിലും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ അജോയ് മെമ്പർ സെക്രട്ടറി ആയിരുന്നു. കതിരും പതിരും വേർതിരിച്ചുള്ള വിളവെടുപ്പിലൂടെ കലാപരമായ മികവുകൾ, സാമൂഹിക പ്രസക്തിയും സാങ്കേതിക വൈദഗ്ധ്യവും സമന്വയിച്ച സിനിമകൾ കണ്ടെടുത്ത് അവയെ ചരിത്രപരമായി അടയാളപ്പെടുത്തിയ എല്ലാ ജൂറി അംഗങ്ങൾക്കും ചലച്ചിത്ര അക്കാദമിയുടെ നന്ദി അറിയിക്കുന്നു. 2021 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡിൻ്റെ നിയമാവലി അവസാനമായി പരിഷ്കരിച്ചത്. 5 വർഷങ്ങൾ പിന്നിടുന്ന ഈ സാഹചര്യത്തിൽ നിയമാവലി കാലോചിതമായി പരിഷ്കരിക്കാനുള്ള നിർദ്ദേശങ്ങൾ ചലച്ചിത്ര അക്കാദമിയുടെ ജനറൽ കൗൺസിൽ സാംസ്കാരിക വകുപ്പിന് പരിഗണനയ്ക്ക് സമർപ്പിക്കും. മുൻ വർഷങ്ങളിലെ ജൂറി റിപ്പോർട്ടുകളുടെ പ്രസക്തമായ നിർദ്ദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് ഭേദഗതികൾ സമർപ്പിക്കുക. OTT പ്ലാറ്റ്ഫോമുകളും മറ്റ് വെബ് കണ്ടന്റ് ഷെയറിംഗ് പ്ലാറ്റ്ഫോമുകളും കൂടുതൽ പ്രചാരം നേടിയ ഈ സാഹചര്യത്തിൽ ഈ നവമാധ്യമങ്ങളെ കൂടി ഉൾക്കൊള്ളുന്ന വിധത്തിൽ സംസ്ഥാന ടെലിവിഷൻ അവാർഡിൻ്റെ നിയമാവലിയും കാലോചിതമായി പരിഷ്കരിക്കേണ്ടതുണ്ട്. ഇത് സംബന്ധിച്ച ഭേദഗതികളും സാംസ്കാരിക വകുപ്പിൻ്റെ പരിഗണനയ്ക്കായി ഉടൻ തന്നെ സമർപ്പിക്കും. മികച്ച സിനിമകൾ ഒരുക്കുകയും അതിന് സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക അംഗീകാരം കരസ്ഥമാക്കുകയും ചെയ്ത എല്ലാ അവാർഡ് ജേതാക്കൾക്കും ചലച്ചിത്ര അക്കാദമിയുടെ അഭിനന്ദനങ്ങൾ. താങ്ക് യു ഡോക്ടർ റസൂൽ പൂക്കുട്ടി. ഈ ചടങ്ങിന് അധ്യക്ഷത വഹിക്കുന്നത് ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രിയായ ശ്രീ സജി ചെറിയാൻ അവർകളാണ്. അദ്ദേഹത്തെ അധ്യക്ഷ പ്രസംഗത്തിനായി സാദരം ക്ഷണിക്കുന്നു. ബഹുമാനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ, പൊതുവിദ്യാഭ്യാസ തൊഴിൽ വകുപ്പ് മന്ത്രി ശ്രീ വി ശിവൻകുട്ടി, ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് GR അനിൽ, പ്രിയങ്കനായ ജൂറി ചെയർമാൻ ശ്രീ പ്രകാശ് രാജ്, മലയാളത്തിൻ്റെ മഹാനടൻ മമ്മൂക്ക, പ്രിയപ്പെട്ട ശാരദാമ്മ, ചലച്ചിത്ര അക്കാദമിയുടെ ചെയർപേഴ്സൺ ഡോക്ടർ റസൂൽ പൂക്കുട്ടി, സെക്രട്ടറി ശ്രീ അജോയ്, വേദിയിലും സദസ്സിലുമുള്ള ദിവ്യ അയ്യർ IAS അടക്കമുള്ള പ്രിയപ്പെട്ടവരെ, ജനപ്രതിനിധികളെ, സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മലയാള സിനിമയുടെ വിവിധ മേഖലകളിൽ പ്രകടിപ്പിക്കുന്ന മികവിന് കേരള സർക്കാർ നൽകുന്ന ഔദ്യോഗികമായ അംഗീകാരമാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. ഉയർന്ന കലാമൂല്യമുള്ളതും സാങ്കേതിക തികവ് പുലർത്തുന്നതുമായ സിനിമകളുടെ നിർമ്മാണം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ഈ അവാർഡുകളുടെ ലക്ഷ്യം. 1969 ആദ്യമായി സർക്കാർ തലത്തിൽ സിനിമകളെ അംഗീകരിക്കുന്നതിനായി അവാർഡുകൾ ഏർപ്പെടുത്തിയത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകളാണ് ഇന്നിവിടെ സമ്മാനിക്കുന്നത്. 2024 മലയാള സിനിമയെ പ്രമേയപരമായും സാങ്കേതികമായും ഉയരങ്ങളിലെത്തിച്ച 51 ചലച്ചിത്ര പ്രതിഭകൾക്കായി വിവിധ വിഭാഗങ്ങൾ 57 പുരസ്കാരങ്ങൾ ഈ വേദിയിൽ സമ്മാനിക്കും. കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ദാനിയൽ അവാർഡാണ് ആദ്യമായി ഈ വേദിയിൽ സമ്മാനിക്കപ്പെടുന്നത്. 2017 JC ദാനിയൽ അവാർഡ് ജേതാവായ ശ്രീ ശ്രീകുമാരൻ തമ്പി ചെയർപേഴ്സണും ദേശീയ
സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ നടി ഉർവശി, മുതിർന്ന ചലച്ചിത്ര സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവർ അംഗങ്ങളായും ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി സി അജോയ് മെമ്പർ സെക്രട്ടറിയുമായ സമിതിയാണ് പുരസ്കാര ജേതാവിനെ തെരഞ്ഞെടുത്തത്. മലയാള സിനിമയിലെ ഒരു മഹാപ്രതിഭയെ ഈ പുരസ്കാരത്തിന് തെരഞ്ഞെടുത്ത ജൂറിയോടുള്ള സാംസ്കാരിക വകുപ്പിന്റെ കടപ്പാട് നന്ദിയും ഈ അവസരത്തിൽ ഞാൻ അറിയിക്കുകയാണ്. മലയാള സിനിമയ്ക്ക് 2 ദേശീയ പുരസ്കാരങ്ങൾ നേടിത്തന്ന ശ്രീമതി ശാരദയ്ക്കാണ് 80 വയസ്സ് പൂർത്തീകരിക്കുന്ന ഘട്ടത്തിൽ ഈ പുരസ്കാരം നമ്മൾ സമർപ്പിക്കുന്നു. ശതാഭിഷേക നിലവിൽ നിൽക്കുന്ന പ്രിയ നടി ശാരദയ്ക്ക് ഇരട്ടി മധുരമായി ഈ പുരസ്കാരം സമ്മാനിക്കുന്നതിൽ സാംസ്കാരിക വകുപ്പിന് അഭിമാനമുണ്ട്. IFFKയിൽ റെട്രോസ്പെക്റ്റീവ് വിഭാഗത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാള സിനിമാ നടി ശാരദയായിരുന്നു. 2019 നടന്ന 24ാമത് രാജ്യാന്തര ചലച്ചിത്രമേളയിലാണ് ശാരദയുടെ ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചത്. മലയാള ചലച്ചിത്ര മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ 2017 ഒന്നാം പിണറായി സർക്കാർ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി അംഗമായിരുന്ന ശ്രീമതി ശാരദ സുദീർഘമായ സേവനമാണ് കാഴ്ചവെച്ചത്. ശതാഭിഷേക നിലവിൽ നിൽക്കുന്ന ശാരദാമ്മയ്ക്ക് ഇനി ഒരുപാട് കാലം ആരോഗ്യത്തോടെ രംഗത്ത് തുടരാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് അർഹിക്കുന്ന കൈകളിലാണ് എത്തിച്ചേർന്നതെന്ന് ഉറപ്പുവരുത്താൻ ഇന്ത്യൻ സിനിമയിലെ പ്രഗത്ഭർ അടങ്ങുന്ന ഒരു ജൂറിയാണ് സർക്കാർ നിയോഗിച്ചത്. നടൻ, നിർമ്മാതാവ് എന്നീ നിലകളിൽ 5 ദേശീയ പുരസ്കാരങ്ങൾ നേടിയ ഏറ്റവും ബഹുമാനായ പ്രിയപ്പെട്ട പ്രകാശ് രാജായിരുന്നു ജൂറി ചെയർപേഴ്സൺ. മികച്ച നടനും മികച്ച ചിത്രത്തിന്റെ നിർമ്മാതാവിനുള്ള ദേശീയ പുരസ്കാരങ്ങളും 7 തമിഴ്നാട് സംസ്ഥാന അവാർഡുകളും നേടിയ അദ്ദേഹം തമിഴ്, തെലുങ്ക്, കന്നഡ ഭാഷകളിൽ 4 സിനിമകൾ സംവിധാനം ചെയ്തിട്ടുണ്ട്. 5 ഭാഷകളിൽ അഭിനയിച്ചു വരുന്ന പ്രകാശ് രാജ് 31 വർഷമായി ഇന്ത്യൻ സിനിമയിലെ സജീവ സാന്നിധ്യമാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കുറ്റമറ്റ രീതിയിൽ അവാർഡ് നിർണ്ണയം പൂർത്തിയാക്കാൻ കഴിഞ്ഞതിൽ സാംസ്കാരിക വകുപ്പിന് അഭിമാനമുണ്ട്. കഴിഞ്ഞ 5 വർഷവും കുറ്റമറ്റ രീതിയിൽ അവാർഡ് നിർണ്ണയം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് സാംസ്കാരിക വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. 128 സമർപ്പിക്കപ്പെട്ട എൻട്രികളിൽ നിന്ന് മികച്ച സിനിമകളെയും അഭിനയ പ്രതിഭകളെയും സാംസ്കാരിക കലാകാരെയും തിരഞ്ഞെടുത്ത് ചലച്ചിത്ര ചരിത്രത്തിൽ അടയാളപ്പെടുത്തുക എന്ന സമഗ്രമായ ദൗത്യം ആത്മാർത്ഥമായും സത്യസന്ധമായും നിർവഹിച്ച ജൂറി അംഗങ്ങൾക്ക് സാംസ്കാരിക വകുപ്പിന് വേണ്ടി കേരള സർക്കാരിന് വേണ്ടി പ്രത്യേക നന്ദി ഞാൻ ഈ അവസരം അറിയിക്കുകയാണ്. ജൂറി സർക്കാരിന് സമർപ്പിച്ച റിപ്പോർട്ട് പരിശോധിക്കുമ്പോൾ അഭിമാനിക്കാവുന്ന നേട്ടങ്ങൾ പലതും ഉണ്ടെങ്കിലും മലയാള ചലച്ചിത്രവും ഒരു ആത്മപരിശോധന നടത്തേണ്ട ചില കാര്യങ്ങൾ കൂടി അതിലുണ്ട്. അന്തിമ ജൂറിക്ക് മുമ്പായി എത്തിയ ചിത്രങ്ങൾ ചെറിയൊരു ശതമാനം ചിത്രങ്ങൾ മാത്രമേ മികവ് പുലർത്തിയുള്ളൂ എന്ന് പ്രകാശ് രാജ് ചെയർമാനായ ജൂറി റിപ്പോർട്ടിൽ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. മികച്ച കുട്ടികളുടെ സിനിമ, ബാലതാരം എന്നീ വിഭാഗങ്ങൾ അവാർഡ് നൽകിയിട്ടില്ല. സമർപ്പിക്കപ്പെട്ട ചിത്രങ്ങൾ കുട്ടികളുടെ വീക്ഷണം കൊണ്ടുവന്നതായിരുന്നില്ല എന്ന് ജൂറി പറയുന്നു. അഭിനയ സാധ്യതയുള്ള വേഷങ്ങൾ കുട്ടികൾക്കായി സൃഷ്ടിക്കപ്പെട്ടതുമില്ല. തുടർച്ചയായ 2ാമത്തെ വർഷമാണ് നിലവാരമുള്ള എൻട്രികളുടെ അഭാവത്തിൽ മികച്ച കുട്ടികളുടെ ചിത്രത്തിനുള്ള അവർ പുരസ്കാരം നൽകാതിരിക്കുന്നത്. 125 സിനിമകൾ സമർപ്പിക്കപ്പെട്ട വർഷത്തിൽ 6 ചിത്രങ്ങൾ മാത്രമേ കുട്ടികളുടെ വിഭാഗത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. ചലച്ചിത്ര പ്രവർത്തകർ ആത്മവിശ്വാസം നടത്തേണ്ട കാര്യമാണിത്. കുട്ടികളുടെ കണ്ണുകളിൽ ലോകത്തെ കാണുന്ന നിരവധി ക്ലാസിക്കൽ സിനിമകൾ ലോക സിനിമയുടെ ചരിത്രത്തിലുണ്ട്. ഈ ഡിജിറ്റൽ യുഗത്തിൽ ദൃശ്യങ്ങളുടെ അന്തമില്ലാത്ത ധാരാളത്തിലേക്ക് പുറത്തുവരുന്ന കുട്ടികളെ നല്ല കാഴ്ചകളുടെ നേർവഴിക്ക് നയിക്കുന്ന സിനിമകൾ മലയാളത്തിൽ ഇനിയും ഉണ്ടാവേണ്ടതുണ്ട്. സിനിമയെന്ന കലയോടും സമൂഹത്തിലുള്ള പ്രതിബദ്ധ പുലർത്തി അംഗീകാരം നേടിയ 50ഓളം പ്രതിഭാധനന്മാരാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. അതിൽ ഞാൻ ആത്മാർത്ഥമായി പറയുന്ന 2 കാര്യം ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇത് ഈ ഗവൺമെന്റിന്റെ അവസാന വർഷത്തെ അവാർഡ് വിതരണമാണ്. 5 വർഷം ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ തരത്തിലും പിന്തുണ നൽകി സാംസ്കാരിക വകുപ്പിനെ ഏറ്റവും മാതൃകാപരമായി നയിക്കുന്നതിൽ ഞങ്ങളെ സഹായിച്ച ഈ അവാർഡ് ദാന ചടങ്ങുകൾ എല്ലാ വർഷവും കൃത്യമായി എത്തിച്ചേർന്ന് ഈ പരിപാടി ഏറ്റവും വിജയകരമായി തീർത്ത കേരളത്തിലെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനോട് പ്രത്യേകമായ നന്ദി കടപ്പാട് ഞാൻ അറിയിക്കുകയാണ്. രണ്ടാമതെനിക്ക് നന്ദി പറയുന്നത് മലയാളത്തിന്റെ മഹാനടൻ പ്രിയപ്പെട്ട മമ്മൂക്കയോടാണ്. ഇന്ന് ഒരു ഇരട്ടി മധുരമുള്ള ദിവസമാണ്. മലയാളത്തിന്റെ മഹാനടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷൺ ലഭിച്ച ദിവസമാണ്. ഈ നാടിനു വേണ്ടി, സാംസ്കാരികത്തിന് വേണ്ടി മമ്മൂക്കയോടുള്ള സ്നേഹവും അഭിനന്ദനം അറിയിക്കുന്നു. എന്റെ വാർത്ത അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി പുരസ്കാര സമർപ്പണ ചടങ്ങിന്റെ ഉദ്ഘാടന പ്രഭാഷണം നിർവഹിക്കുന്നതിനായി കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സാദരം ക്ഷണിക്കുന്നു.
വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തികളെ, സഹോദരി സഹോദരന്മാർ, 2024 കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരവും ഈ വേദിയിൽ സമർപ്പിക്കപ്പെടുകയാണ്. സിനിമയുടെ 35 വിഭാഗങ്ങളിൽ മികവ് പുലർത്തിയ അഭിനേതാക്കൾക്കും സാങ്കേതിക രംഗത്തെ കലാകാരന്മാർക്കുമാണ് അവാർഡുകൾ സമ്മാനിക്കുന്നത്. മലയാള സിനിമയുടെ കലാപരമായ മികവിനെയും സർഗാത്മകമായ വളർച്ചയെയും ചരിത്രപരമായി അടയാളപ്പെടുത്തുക എന്ന ദൗത്യമാണ് കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിലൂടെ നിർവഹിച്ചു പോരുന്നത്. പ്രമേയത്തിലെയും പരിചരണത്തിലെയും വൈവിധ്യം കൊണ്ട് മലയാള സിനിമ ദേശീയ അന്തർദേശീയ തലങ്ങളിൽ ഏറെ പ്രശംസ പിടിച്ചു പറ്റുന്ന ഈ കാലത്ത് സംസ്ഥാന പുരസ്കാരങ്ങൾക്ക് വലിയ പ്രാധാന്യമാണ്. മലയാള സിനിമയുടെ കലാപരമായ വളർച്ചയെ സഹായിച്ച നിർണായകമായ ഘടകങ്ങളിൽ ഒന്നാണ് സംസ്ഥാന ചലച്ചിത്ര അവാർഡ്. പുതിയ പ്രമേയങ്ങളും ആവിഷ്കരണ രീതികളും പരീക്ഷിക്കുന്നതിന് ഈ അംഗീകാരങ്ങൾ ചലച്ചിത്ര പ്രവർത്തകർക്ക് പ്രചോദനവും ധൈര്യവും ആത്മവിശ്വാസവും പകർന്നു. മലയാള സിനിമയ്ക്ക് 100 വയസ്സ് പൂർത്തിയാവാൻ ഇനി 2 വർഷങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത്. 1928 ആദ്യ മലയാള സിനിമയായ വിഗതകുമാരൻ സംവിധാനം ചെയ്ത JC ഡാനിയലിൻ്റെ പേരിലാണ് കേരള സർക്കാരിൻ്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതി ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഈ പുരസ്കാരത്തിന് തിരഞ്ഞെടുക്കപ്പെട്ട 32ാമത്തെ വ്യക്തിയായ ശ്രീമതി ശാരദ മലയാള ചലച്ചിത്രകലയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത നേട്ടം കൈവരിച്ച നടിയാണ്. 2 തവണ ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിക്കുള്ള പുരസ്കാരം അവർ മലയാളത്തിലേക്ക് കൊണ്ടുപോകും. 1967 മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഏർപ്പെടുത്തിയത്. ആദ്യ അവാർഡ് നർഗീസ് ദത്തിനായിരുന്നു. 2ാമത്തെ അവാർഡ് തുലാഭാരം എന്ന ചിത്രത്തിലൂടെ നേടിക്കൊണ്ട് 1968 ശാരദ മലയാള സിനിമയെ ദേശീയ അംഗീകാരത്തിൻ്റെ നെറുകയിലെത്തിച്ചു. തോപ്പിൽ ബാസി എഴുതിയ KPSCയുടെ പ്രശസ്തമായ നാടകത്തിൻ്റെ ചലച്ചിത്രാവിഷ്കാരമായിരുന്നു ആ ചിത്രം. 23ാം വയസ്സിലാണ് 3 കുട്ടികളുടെ അമ്മയായ വിജയ എന്ന സ്ത്രീയുടെ ദുരിത ജീവിതം ഉള്ളുലക്കുന്ന വിധം അവതരിപ്പിച്ചുകൊണ്ട് ശാരദ അഭിമാന നേട്ടം കൈവരിച്ചത്. തെലുങ്കിലെയും മലയാളത്തിലെയും മുഖ്യധാരാ സിനിമകളിൽ നല്ല തിരക്കുള്ള നടിയായിരിക്കുമ്പോഴും ഒരു ശുദ്ധ കലാസിനിമയിലെ നായികാവേഷം ചെയ്യാൻ അവർ തയ്യാറായി. മലയാളത്തിൽ നവതരംഗത്തിൽ തുടക്കമിട്ട അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരത്തിലെ പ്രകടനം 2ാമത്തെ ദേശീയ പുരസ്കാരത്തിന് ശാരദയെ അർഹയായി. വാക്കുകളേക്കാൾ നോട്ടം കൊണ്ടും ഭാവം കൊണ്ടും ഉള്ളിലടക്കിപ്പിടിച്ച വികാരങ്ങൾ തന്മയത്വത്തോടെ പ്രകടിപ്പിച്ച് സീത എന്ന കഥാപാത്രത്തെ അവർ
അനശ്വരയാക്കി. 5 വർഷം കൂടി പിന്നിട്ടപ്പോൾ മാതൃഭാഷയായ തെലുങ്കിലെ നിബഞ്ജനം എന്ന ചിത്രത്തിലൂടെ മൂന്നാമതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടിയായി ശാരദ തിരഞ്ഞെടുക്കപ്പെട്ടു. മറ്റൊരു തെന്നിന്ത്യൻ നടിക്കും ഈ നേട്ടം കൈവരിക്കാനായിട്ടില്ല. അടൂർ ഗോപാലകൃഷ്ണന്റെ എലിപ്പത്തായത്തിലെ രാജമ്മ ഫ്യൂഡലിസത്തിനും പുരുഷാധികാരത്തിനും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന സ്ത്രീയാണ്. രാജമ്മയുടെ ഉള്ളിലൊതുക്കിയ വേദനകളും ഇച്ഛാഭംഗങ്ങളും നിയന്ത്രിതമായ ഭാവപകർച്ചകളിലൂടെയാണ് ശാരദ അവതരിപ്പിച്ചത്. എം ടി വാസുദേവൻ നായർ തിരക്കഥ എഴുതിയ മുറപ്പള്ളിലെ കുഞ്ഞുലക്ഷ്മി, ഇരുട്ടിലെ ആത്മാവിലെ അമ്മക്കുട്ടി, ഭരതൻ സംവിധാനം ചെയ്ത ഒരു മിന്നാമിനുങ്ങിൻ്റെ നുറുങ്ങുവട്ടത്തിലെ സരസ്വതി ടീച്ചർ തുടങ്ങി മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങളെ അവർ നമുക്ക് സമ്മാനിച്ചിട്ടുണ്ട്. തോപ്പിൽ ബാസി എഴുതിയ മറ്റൊരു പ്രധാന നാടകമായ മൂലധനം പി ഭാസ്കരൻ സിനിമയാക്കിയപ്പോൾ ശാരദ അതിൽ സ്വന്തം പേരുള്ള കഥാപാത്രമായാണ് അഭിനയിച്ചത്. തിരുവിതാംകൂറിലെ ദിവാൻ ഭരണത്തിനെതിരെ നടന്ന തൊഴിലാളി സമരത്തിൻ്റെ കാലത്ത് ഭരണകൂടത്തിൻ്റെ ഉരുക്കുമുഷ്ടികളിൽപ്പെട്ടുപോയ പെണ്ണിൻ്റെ ദുരിതാനുഭവങ്ങൾ ശാരദ തീക്ഷ്ണമായി അവതരിപ്പിച്ചു. മൂലധനം പോലുള്ള ചിത്രങ്ങളിൽ സത്യൻ, പ്രേം നസീർ തുടങ്ങിയ മഹാനടന്മാരുടെ കൂടെ വെള്ളി വെളിച്ചത്ത് നിന്നപ്പോൾ അവർക്കൊപ്പമോ അതിനുമേറെയോ ശ്രദ്ധേയായി നിൽക്കാൻ തക്കവിധം കരുത്തുള്ളവയായിരുന്നു ശാരദ അവതരിപ്പിച്ച സ്ത്രീ കഥാപാത്രങ്ങൾ. ആന്ധ്രാപ്രദേശിലെ തെനാലിയിലാണ് ജനിച്ചതെങ്കിലും കേരളത്തെ സ്വന്തം ജന്മദേശം എന്ന പോലെ ശാരദ നെഞ്ചിലേറ്റി. 125ഓളം മലയാള ചിത്രങ്ങളിലൂടെ മലയാളികളുടെ സാംസ്കാരികമായ അനുഭവ ചരിത്രത്തിൻ്റെ അവിഭാജ്യ ഘടകമായി. അരനൂറ്റാണ്ടിലേറെ കാലം വെള്ളിത്തിരയിൽ വിസ്മയങ്ങൾ തീർത്ത ഈ അഭിനയ പ്രതിഭയെ ആദരിക്കുമ്പോൾ അത് മലയാള സിനിമയുടെ തന്നെ സമ്പന്നമായ ചരിത്രത്തെ ആദരിക്കലാണ്. ശാരദ നമുക്ക് മറ്റൊരാളെയല്ല, മലയാളി തന്നെയാണ്. ശാരദയും അങ്ങനെ തന്നെയാവും കരുതുക എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. 2024 മികച്ച നടനുള്ള പുരസ്കാരം നേടിയിരിക്കുന്നത് മലയാളത്തിൻ്റെ അഭിമാനമായ മഹാനടൻ മമ്മൂട്ടിയാണ്. ഭ്രമയുഗം എന്ന സിനിമയിലെ അവിസ്മരണീയമായ പ്രകടനമാണ് അദ്ദേഹത്തെ അവാർഡിന് അർഹനാക്കിയത്. ഓസ്കാർ പുരസ്കാരം നൽകുന്ന അക്കാദമി ഓഫ് മോഷൻ പിക്ചർ ആർട്സ് ആൻഡ് സയൻസിൻ്റെ മ്യൂസിയം പ്രത്യേക പ്രദർശനത്തിനായി തിരഞ്ഞെടുത്ത ഏക ഇന്ത്യൻ സിനിമയാണ്. അടുത്ത മാസം 12-ന് ലോസ് ആഞ്ചലസിൽ ഈ ചിത്രം പ്രദർശിപ്പിക്കുമ്പോൾ അത് മമ്മൂട്ടി മലയാളികൾക്ക് നൽകുന്ന മറ്റൊരു അഭിമാന നിമിഷമാണ്. ഇവിടെ നേരത്തെ സാംസ്കാരിക മന്ത്രി പങ്കുവച്ച സന്തോഷം നമുക്കെല്ലാവർക്കും ഈ ഘട്ടത്തിൽ ഒന്നുകൂടി പങ്കുവെക്കാം. അദ്ദേഹത്തെ പത്മഭൂഷൺ നൽകി രാജ്യം ആദരിച്ചു. ഞങ്ങൾക്ക് തോന്നിയാൽ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് ഇപ്പോഴെങ്കിലും ആ സന്തോഷത്തിൽ പങ്കുചേരാൻ കഴിഞ്ഞതിലും നല്ല സന്തോഷം.
കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഞങ്ങൾ ഈ ശുപാർശകൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പത്മഭൂഷൺ മമ്മൂട്ടിക്ക് നൽകണം എന്ന ശുപാർശ. എല്ലാറ്റിനും അതിൻ്റേതായ കാലമുണ്ടല്ലോ. ഏതായാലും ഇപ്പോൾ അത് നൽകിയെന്നത് ഏറ്റവും സന്തോഷകരമായ കാര്യമാണ്. അദ്ദേഹത്തെ നമുക്ക് ആർദ്രമായി അഭിനന്ദിക്കാം. ഇന്ത്യയിലെ ഏറ്റവും മികച്ച നടനുള്ള ദേശീയ അവാർഡ് 3 തവണ നേടിയ അദ്ദേഹത്തിൻ്റെ 9ാമത്തെ കേരള സംസ്ഥാന ചലച്ചിത്ര അവാർഡാണ്. 1981 അഹിംസ എന്ന ചിത്രത്തിലൂടെ മികച്ച സഹനടനുള്ള പുരസ്കാരം നേടിയ മമ്മൂട്ടി പല തലമുറകളോട് മത്സരിച്ചാണ് 4 പതിറ്റാണ്ടുകൾക്ക് ഇപ്പോഴും പുരസ്കാരങ്ങൾ വായിക്കുന്നത്. താരപദവിയും പ്രതിച്ഛായയും മറന്ന് ഉടലിനെ അഭിനയ പരീക്ഷണത്തിന്റെ ഉപാധിയാക്കുന്ന നടനാണ് മമ്മൂട്ടി. ഇത്രയും വൈവിധ്യമേറിയ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച മറ്റൊരു നടൻ ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയും. അരനൂറ്റാണ്ട് കാലമായി മലയാളം, തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ, ഇംഗ്ലീഷ് ഭാഷകളിലായി 420ഓളം സിനിമകളിൽ വേഷമിട്ട മമ്മൂട്ടിയുടെ ഓരോ പുതിയ കഥാപാത്രവും മുൻപൊരിക്കലും നാം കണ്ടിട്ടില്ലാത്ത ഭാവപ്പകർച്ച കൊണ്ട് നമ്മെ വിസ്മയിപ്പിക്കുന്നു. അങ്ങനെ 4.5 ദശകമായി 400 സിനിമകളിലായി നമുക്ക് പരിചയമുള്ള മമ്മൂട്ടി അല്ലാതാവാൻ ഓരോ സിനിമയിലും അദ്ദേഹം പ്രത്യേകം ശ്രദ്ധിക്കുന്നു. മതിലുകൾ കണ്ട് വിഖ്യാത ബ്രിട്ടീഷ് നിരൂപകൻ ഡെറിക് മാൽക്കം പറഞ്ഞ അഭിനയത്തിൻ്റെ അടക്കിപ്പിടിച്ച ഊഷ്മളത എല്ലാ മമ്മൂട്ടി ചിത്രങ്ങളിലും നാം ഇന്ന് കാണുന്നു. ഒരു നിർമ്മാതാവ് എന്ന നിലയിൽ മലയാള സിനിമയെ പ്രമേയപരമായി നവീകരിക്കുന്ന കലാമൂല്യമുള്ള ചിത്രങ്ങളാണ് അദ്ദേഹം നമുക്കായി ഒരുക്കുന്നത്. 2022 അദ്ദേഹം നിർമ്മിച്ച നൻപകൽ നേരത്ത് മയക്കമാണ് മികച്ച ചിത്രമായി തിരഞ്ഞെടുക്കപ്പെട്ടത്. കഴിഞ്ഞ വർഷം നിർമ്മിച്ച കാതൽ മികച്ച ചിത്രത്തിനുള്ള അവാർഡ് നേടി. ആ ചിത്രത്തിലെ നായക വേഷം മറ്റേതൊരു സൂപ്പർ താരവും ചെയ്യാൻ പഠിക്കുന്ന വേഷമായിരുന്നു. അത് നിസ്സങ്കോചം എടുത്തണിഞ്ഞ് ചിത്രത്തിൻ്റെ ജെൻഡർ രാഷ്ട്രീയ ഉള്ളടക്കത്തെ കൂടുതൽ പ്രേക്ഷകരിലെത്തിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. പുഴു, ഭ്രമയുഗം, കളങ്കാവൽ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം പ്രതിനായക വേഷമാണ് അദ്ദേഹത്തിന്. അങ്ങനെ മാറുന്ന കാലത്തിനും മൂല്യത്തിനും അനുസരിച്ച് സ്വയം പുതുക്കുന്ന നടന ശരീരമാണ് മമ്മൂട്ടിയുടെ. ഇത്തരം ധീരമായ പരീക്ഷണങ്ങളെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുന്ന വിധം മുഖ്യധാരാ പ്രേക്ഷകരുടെ സംവേദനക്ഷമതയെ നവീകരിക്കുന്ന ദൗത്യം കൂടി അദ്ദേഹം നിർവഹിക്കുന്നു. സിനിമയ്ക്കും അഭിനയ കലക്കും സ്വന്തം ജീവിതം പൂർണ്ണമായി സമർപ്പിച്ച് മലയാള സിനിമയ്ക്ക് തന്നെ മാതൃകയായ ശ്രീ മമ്മൂട്ടിയെ ഈ പുരസ്കാര ലബ്ധിയുടെ പേരിൽ പ്രത്യേകം അഭിനന്ദിക്കട്ടെ. മികച്ച നടിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഷംല ഹംസ ഫെമിനിച്ചി ഫാത്തിമ എന്ന ചിത്രത്തിലൂടെ പുരുഷാധിപത്യത്തിൻ്റെയും മതപൗരോഹിത്യത്തിൻ്റെയും ഇടയിൽപ്പെട്ട് ഞെരുങ്ങുന്ന ഒരു സ്ത്രീയുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തെ അതിമനോഹരമായാണ് അവതരിപ്പിച്ചത്. ടൊവിനോ തോമസ്, ആസിഫ് അലി, ജ്യോതിർമയി, ദർശന രാജേന്ദ്രൻ എന്നിവരും വളരെ മികച്ച പ്രകടനം കാഴ്ചവെച്ച വർഷമായിരുന്നു ഇത്. ജൂറിയുടെ പ്രത്യേക പരാമർശം ലഭിച്ച മലയാളത്തിൻ്റെ ഈ പ്രിയ താരങ്ങൾക്ക് അനുമോദനങ്ങൾ. വിവിധ വിഭാഗങ്ങളിൽ 10 അവാർഡുകൾ നേടിയ ചിത്രമാണ് മഞ്ഞുമൽ ബോയ്സ്. കേരളത്തിന് പുറത്തും പ്രദർശന വിജയം നേടിയ ചിത്രമാണ്. ചിത്രത്തിൻ്റെ സംവിധായകൻ ചിദംബരവും മറ്റ് അണിയറ ശില്പികളും
പ്രത്യേക അഭിനന്ദനം അർപ്പിക്കുന്നു. വേറിട്ട പ്രമേയങ്ങളും ദൃശ്യപരിചയ രീതികളുമായി വന്ന് മലയാള സിനിമയെ മുന്നോട്ട് നയിക്കുകയും അതിന് സംസ്ഥാന സർക്കാരിൻ്റെ അംഗീകാരങ്ങൾ കരസ്ഥമാക്കുകയും ചെയ്ത എല്ലാ അവാർഡ് ജേതാക്കളെയും ഹൃദയത്തിൻ്റെ ഭാഷയിൽ അഭിനന്ദിച്ചുകൊണ്ട് ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം എല്ലാവരുടെയും അനുമതിയോടെ നിറഞ്ഞ സന്തോഷത്തോടെ നിർവഹിച്ചതായി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദം. ഹൃദ്യമായ അഭിനന്ദന വാക്കുകൾക്ക് നന്ദി. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചതിനും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക്. അടുത്തതായി കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരത്തിന്റെ സമർപ്പണമാണ്. അതിന് മുന്നോടിയായി ജൂറി റിപ്പോർട്ട് അവതരിപ്പിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. നായർ IAS ക്ഷണിക്കുന്നു. മലയാള ചലച്ചിത്ര രംഗത്തെ ആയുഷ്കാല സംഭാവനയ്ക്കുള്ള 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹതയുള്ള വ്യക്തിയെ തിരഞ്ഞെടുക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് ചലച്ചിത്ര രംഗത്ത് പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള മുതിർന്ന ചലച്ചിത്ര പ്രവർത്തകർ അടങ്ങുന്ന ജൂറിയാണ് നിയോഗിച്ചിരുന്നത്. 2017 JC ഡാനിയൽ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി അവർ ചെയർപേഴ്സണും ദേശീയ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ജേതാവായ നടി ഉർവശി, സംവിധായകൻ ബാലു കിരിയത്ത് എന്നിവർ അംഗങ്ങളും ആയ ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ C. അജോയ് മെമ്പർ സെക്രട്ടറിയുമായ സമിതി 2026 ജനുവരി 16 യോഗം ചേർന്ന് പുരസ്കാര ജേതാവിനെ തിരഞ്ഞെടുക്കുകയായിരുന്നു. അഭിനേത്രി എന്ന നിലയിൽ മലയാള സിനിമയിൽ അസാധാരണ പ്രതിഭ തെളിയിച്ച ശാരദാമ്മയെ 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് ജൂറി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. 2 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് നേടിത്തന്ന അഭിനയ പ്രതിഭയാണ് ശാരദാമ്മ എന്ന ജൂറി വിലയിരുത്തി. 60കൾ മുതലുള്ള 2 പതിറ്റാണ്ടുകളിലെ മലയാള സ്ത്രീയെ തിരശീലയിൽ അനശ്വരയാക്കാൻ ശാരദാമ്മയ്ക്ക് കഴിഞ്ഞു. ആ കാലഘട്ടത്തിലെ മലയാള സ്ത്രീയുടെ സഹനങ്ങളെയും ദുരിതങ്ങളെയും നിയന്ത്രിതമായ ഭാവപകർച്ചകളോടെ അവതരിപ്പിച്ച ശാരദാമ്മയ്ക്ക് 1968 തുലാഭാരം എന്ന സിനിമയിലൂടെയാണ് ആദ്യ ദേശീയ പുരസ്കാരം ലഭിച്ചത്. തുടർന്ന് 1972 അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം എന്ന ചിത്രത്തിലൂടെയും 1977 തെലുങ്ക് ചിത്രമായ നിമജ്ജനത്തിലൂടെയും അവർ ദേശീയ അംഗീകാരം നേടി. ത്രിവേണി, മുറപ്പെണ്ണ്, മൂലധനം, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം തുടങ്ങിയ ചിത്രങ്ങളിൽ മലയാളിക്ക് ഒരിക്കലും മറക്കാനാവാത്ത നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച ശാരദാമ്മ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ അവാർഡ് 2024 എന്തുകൊണ്ടും അർഹയാണെന്ന് ജൂറി വിലയിരുത്തി. നന്ദി. അവാർഡ് ജേതാവായ പ്രമുഖ ചലച്ചിത്ര നടി ശ്രീമതി ശാരദയുടെ സംഭാവനകളെ സംക്ഷിപ്തമായി അവതരിപ്പിക്കുന്ന ഒരു ഹ്രസ്വ വീഡിയോയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ ക്ഷണിക്കുന്നു. JC ഡാനിയൽ പുരസ്കാരം 2024 ശ്രീമതി ശാരദ. 60കൾ മുതലുള്ള 2 പതിറ്റാണ്ടുകളിലെ മലയാളി സ്ത്രീയെ തിരശീലയിൽ അനശ്വരയാക്കിയ അഭിനേത്രി. 2 തവണ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മലയാള സിനിമയ്ക്ക് നേടിത്തന്ന അസാധാരണ പ്രതിഭ. നായകന്മാരെക്കാൾ ശക്തരായ സ്ത്രീ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്ന കാലത്ത് മലയാളി പെണ്ണിന്റെ സ്വപ്നങ്ങളും സഹനങ്ങളും ഉള്ളുലയ്ക്കുന്ന വിധം അവതരിപ്പിച്ചാണ് ശാരദ പ്രേക്ഷക മനസ്സ് കീഴടക്കിയത്. 1968 തുലാഭാരം എന്ന സിനിമയിലൂടെ ആദ്യ ദേശീയ പുരസ്കാരം നേടിക്കൊണ്ട് ഈ അംഗീകാരം നേടുന്ന ആദ്യ തെന്നിന്ത്യൻ നടിയായി. തുടർന്ന് 1972 മലയാളത്തിൽ നവതരംഗത്തിന് തുടക്കമിട്ട അടൂർ ഗോപാലകൃഷ്ണന്റെ സ്വയംവരം എന്ന ചിത്രത്തിലൂടെ 2ാമത് ദേശീയ അവാർഡ് ശാരദയെ തേടി വന്നു. 1977 മാതൃഭാഷയായ തെലുങ്കിലെ നിമജ്ജനം എന്ന ചിത്രത്തിലെ പ്രകടനം അവർക്ക് 3ാമത് ദേശീയ പുരസ്കാരം നേടിക്കൊടുത്തു. 1945 ജൂൺ 25 ആന്ധ്രാപ്രദേശിലെ തെനാലി ഗ്രാമത്തിൽ ജനിച്ച സരസ്വതി ദേവി ഇരുമിത്രലു എന്ന ആദ്യ തെലുങ്ക് ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ്
ശാരദ എന്ന പേര് സ്വീകരിച്ചത്. ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലൂടെ 1965 മലയാളത്തിൽ അരങ്ങേറി. തുടർന്ന് MT വാസുദേവൻ നായരുടെ രചനകളായ മുറപ്പെണ്ണ്, ഇരുട്ടിന്റെ ആത്മാവ് എന്നീ ചിത്രങ്ങളിലൂടെ മലയാളത്തിന്റെ പ്രിയങ്കരിയായി. ത്രിവേണി, മൂലധനം, യക്ഷി, അടിമകൾ, അസുരവിത്ത്, കൂട്ടുകുടുംബം, നദി, ഏറിപ്പടികൾ, എലിപ്പത്തായ, ഒരു മിന്നാമിനുങ്ങിന്റെ നുറുങ്ങുവെട്ടം, രാപ്പകൽ തുടങ്ങി 125ഓളം മലയാള സിനിമകളിൽ വേഷമിട്ടിട്ടുണ്ട്. തെലുങ്ക് നാട്ടിൽ നിന്ന് വന്ന് 2 പതിറ്റാണ്ട് കാലം സ്ഥിര സാന്നിധ്യം കൊണ്ടും പുരസ്കാരങ്ങൾ കൊണ്ടും മലയാള സിനിമയെ സമ്പന്നമാക്കിയ ശാരദയെ കേരള സർക്കാർ പരമോന്നത ചലച്ചിത്ര ബഹുമതി നൽകി ആദരിക്കുന്നു. ക്ഷണിക്കുന്നു. 5 ലക്ഷം രൂപയും പ്രശംസാപത്രവും ശില്പവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി മലയാളത്തിന്റെ പ്രിയങ്കരിയായ നടി ശ്രീമതി ശാരദയെ സ്നേഹാദരത്തോടെ വേദിയുടെ മധ്യത്തിലേക്ക് ക്ഷണിക്കുന്നു. മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തിന്റെ തന്നെ പ്രതീകമായ നമ്മുടെ പ്രിയങ്കരിയായ നടി ശ്രീമതി ശാരദ കേരള സർക്കാരിന്റെ പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ JC ഡാനിയൽ പുരസ്കാരം ഏറ്റുവാങ്ങുന്ന നിമിഷങ്ങളാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിക്കുന്നത്. A standing ovation, ladies and gentlemen, to this stellar actor who has defined an era in Malayalam cinema. മറുപടി പ്രസംഗത്തിനായി നമ്മുടെ പ്രിയങ്കരിയായ ശാരദാനെ സ്നേഹാദരത്തോടെ ക്ഷണിക്കുകയാണ്. Salud.